الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ബലിപെരുന്നാളും ഹജ്ജ് കർമ്മവുമെല്ലാം അവസാനിച്ചു. ഹാജിമാർ പലരും നാട്ടിലേക്ക് തിരിച്ചെത്തി. ഗവൺമെന്റ് സംവിധാനത്തിൽ പോയ ആളുകളും ഇന്ന് പുലർച്ചെ നാട്ടിലേക്ക് തിരിച്ചെത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ദുൽഹജ്ജ് മാസം അതിന്റെ അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹജ്ജും ബലിപെരുന്നാളും അവസാനിച്ചപ്പോഴും ദുൽഹജ്ജ് മാസം അവസാനിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആ മഹത്തായ ആരാധനയായ ഹജ്ജ്, അതുപോലെ ആഘോഷമായ ബലിപെരുന്നാൾ നമ്മെ ഓർമ്മിപ്പിച്ചത് അള്ളാഹുവിന്റെ ജീവിതത്തെ സമ്പൂർണമായി സമർപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയാണ്. സമർപ്പണത്തിന്റെ ചരിത്രമായിരുന്നല്ലോ ഹജ്ജും ബലിപെരുന്നാളും നമ്മെ പഠിപ്പിച്ചത്. ഇബ്രാഹിം അലൈഹിസ്സലാമയോട് അല്ലാഹു തആല നീ സമർപ്പിക്കുക എന്ന് പറഞ്ഞപ്പോഴെല്ലാം ഇബ്രാഹിം പ്രവാചകൻ അലൈഹിസ്സലാം പറഞ്ഞത്, പടച്ചവനെ, ലോകരക്ഷിതാവിനിതാ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സമ്പൂർണമായും സമർപ്പിച്ച ഒരു പ്രവാചകന്റെ ചരിത്രം. ആ പ്രവാചകൻ പറഞ്ഞത് എന്താണ്? അസ്ലംതു, ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. അപ്പൊ അസ്ലമ എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുന്നവനാവുക എന്നതാണ്. അത് ഹജ്ജ് കാലത്തോ ബലിപെരുന്നാൾ കാലത്തോ അനുസ്മരിക്കേണ്ടുന്ന ചരിത്രം മാത്രമല്ല, ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടുന്ന നിലപാടാണ്. നാം ഹജ്ജ് ചെയ്തതുകൊണ്ടോ ഇബ്രാഹിം അലൈഹിസ്സലാമയെ അനുസ്മരിച്ചത് കൊണ്ടോ മാത്രമായില്ല, 3 കൃത്യമായ അതോടൊപ്പം വ്യക്തമായ നിലപാടുകൾ നമ്മുടെ ജീവിതമായി സ്വീകരിക്കുവാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. ആ 3 നിലപാടുകൾ വിശദീകരിക്കാനാണ് ഇന്നത്തെ ഖുത്ബ പ്രയോജനപ്പെടുത്തുന്നത്. അള്ളാഹു പറയാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ നിലപാടുകളിൽ ഒന്ന്, ജീവിതത്തെ അള്ളാഹുവിനുള്ള സമ്പൂർണ്ണ സമർപ്പണമാക്കി നാം മാറ്റുക എന്നുള്ളതാണ്. അതാണ് സൂറത്ത് സ്വഫിൽ നിന്ന് നാം പ്രാരംഭത്തിൽ പാരായണം ചെയ്തത്. അള്ളാഹു പറയാൻ, അള്ളാഹു വിശ്വാസികളോട് പറയാൻ, യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. സത്യവിശ്വാസികളെ, വേദനാജനകമായ ഒരു ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെ, ഒരു വ്യാപാരത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് നാം അറിയിച്ചു തരട്ടെയോ? അള്ളാഹു പറയാൻ. എന്താണത്? വേദനാജനകമായ ശിക്ഷയിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന കച്ചവടം എന്താണ്? തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. തുഅ്മിനൂന ബില്ലാഹി വറസൂലി, നിങ്ങൾ അല്ലാഹുവിലും അല്ലാഹുവിന്റെ ദൂതനിലും വിശ്വസിക്കുക എന്നുള്ളതാണ്. വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും ത്യാഗം ചെയ്യുക എന്നതുമാണ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങളുടെ സമ്പത്ത്
കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങൾ ത്യാഗം ചെയ്യുക. അള്ളാഹുവിന് നിങ്ങളുടെ സമ്പത്തിനെയും ശരീരത്തെയും സമർപ്പിക്കുക. അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന് നിങ്ങളുടെ ശരീരത്തെയും സമ്പത്തിനെയും സമർപ്പിക്കുക എന്നുള്ളതാണ് വിശിഷ്ടമായ കച്ചവടം. വേദനാജനകമായ ശിക്ഷയിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന കച്ചവടം അതാണ്. നിങ്ങൾ അറിയുന്നുവെങ്കിൽ ആ നിലപാടാണ്, ആ സമർപ്പണത്തിന്റെ നിലപാടാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ആ നിലപാട് നിങ്ങൾ സ്വീകരിച്ചാൽ അള്ളാഹു നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരും. ഇന്നത്തോടുകൂടി ജീവിതം മുഴുവൻ അള്ളാഹ്ക്ക് സമർപ്പിക്കാനുള്ള തീരുമാനം നമ്മൾ എടുത്താൽ, ആ തീരുമാനം എടുക്കുന്നതോടുകൂടി, ആ വഴിയിൽ പ്രവേശിക്കുന്നതോടുകൂടി നിങ്ങളുടെ പാപങ്ങളെല്ലാം നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരും. പടച്ചവനെ, ഇനി നിന്റെ വഴിയിലാണ് റബ്ബേ, ബോധപൂർവ്വം നിന്റെ വഴിയിൽ നിന്ന് എന്നിൽ നിന്ന് ഒരു വ്യതിയാനം ഉണ്ടാവില്ല, അതിനിതാ ഞാനൊരു നിശ്ചയദാർഢ്യമുള്ള തീരുമാനമെടുത്തിരിക്കുന്നു എന്ന പ്രഖ്യാപനം, ആ സമർപ്പണത്തിന്റെ തീരുമാനമുണ്ടായാൽ അതോടുകൂടി അള്ളാഹു പറയാണ് യഗ്ഫിർലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളെ അള്ളാഹു തആല നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. വയുദ്ഖിലുക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ആറുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന, അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഉദ്യാനങ്ങളിൽ, സ്വർഗീയമായ തോട്ടങ്ങളിൽ അള്ളാഹു നിങ്ങൾക്ക് പ്രവേശനം നൽകുന്നതാണ്. വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാത്തി അദൻ, തീർന്നില്ല, സ്ഥിരവാസമുള്ള തോട്ടങ്ങളുള്ള നല്ല നല്ല സൗധങ്ങൾ, നല്ല നല്ല സൗധങ്ങൾ. ആ സൗധങ്ങളിലെ തോട്ടങ്ങൾ സ്ഥിരവാസമുള്ള തോട്ടങ്ങളാണ്. അതാണ് ശാശ്വതമായി സമർപ്പിതരായ ആളുകൾക്ക് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള ഭൂമിക എന്ന് പറയുന്നത്. ആ ഭൂമിക ലഭിക്കുക എന്ന് പറയുന്നത് ലാലിക്കൽ ഫൗസുൽ അലീം, അത് ഉന്നതമായ വിജയമാണ്. അതിനോളം വലിയ വിജയം ആരും നേടിയെടുത്തിട്ടില്ല. ആ സ്വർഗപ്രവേശനം ഗ്യാരണ്ടിയാവുക എന്നുള്ളത്, ഉറപ്പാവുക എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും വലിയ വിജയം. പക്ഷേ ആ വിജയം നേടണമെങ്കിൽ ഒന്നാമത്തെ ഉപാധി എന്താണ്? അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിച്ചുകൊണ്ട് സമ്പത്തും ശരീരവും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പൂർണമായി സമർപ്പിക്കുക. അത് പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അതൊരു ജീവിത നിലപാടായി തീരണം വിശ്വാസികളെ എന്നാണ് അള്ളാഹു നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ വചനം ഇറങ്ങാൻ പ്രത്യേക പശ്ചാത്തലമുണ്ട്. ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് ഈ വചനങ്ങൾ ഇറങ്ങിയത്. ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ നബിയല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അയ്യു തിജാറാത്തി അഹബ്ബു ഇലല്ലാഹി ഫഅത്തജിറു ഫീഹാ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ കച്ചവടം എന്താണ്? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ കച്ചവടം എന്താണ്? ആ കച്ചവടം എനിക്ക് ചെയ്യണം എന്നുണ്ട് പ്രവാചകരെ, ആ കച്ചവടം എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് അള്ളാഹുവിന്റെ ദൂതനോട് പ്രവാചക ശിഷ്യൻ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തു സഫിലെ വചനങ്ങൾ ഇറങ്ങുന്ന. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരാം ഒരു നല്ല കച്ചവടം, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന കച്ചവടമാണത്. അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിച്ചുകൊണ്ട് സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുക എന്നതാണ് അതിവിശിഷ്ടമായ കച്ചവടം എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സൂറത്തു സഫിലൂടെ മറുപടി പറയുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിനുള്ള ത്യാഗമാണ്, അള്ളാഹുവിനുള്ള സമർപ്പണമാണ് ഏറ്റവും നല്ല കച്ചവടമെന്ന് സൂചിപ്പിക്കുന്ന ഖുർആൻ വചനങ്ങൾ ഇറങ്ങിയ പശ്ചാത്തലം ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യമായിരുന്നു. എന്താണ് സഹോദരങ്ങളെ ശരീരം കൊണ്ട് അള്ളാഹുവിനുള്ള സമർപ്പണം എന്ന് പറയുന്നത്? അള്ളാഹുവിന്റെ നിയന്ത്രണങ്ങൾക്ക് പൂർണ്ണമായും വിധേയപ്പെട്ടുകൊണ്ടുള്ള ജീവിതം നയിക്കലാണ്. ജീവിതത്തിൽ കരുതിവെപ്പുകളില്ലാതെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സമ്പൂർണമായി സമർപ്പിക്കലാണ്, അള്ളാഹുവിനെ വിധേയപ്പെട്ടുകൊണ്ടുള്ള ജീവിതം നയിക്കലാണ്. എന്റെ ജീവിതം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാവലാണ്. അത് പിശാചിന്റെ നിയന്ത്രണത്തിലല്ല, അത് ഇച്ഛയുടെ നിയന്ത്രണത്തിലല്ല, അത് ദൈവേതരമായ അധീശത്വ പരമാധികാരികളുടെ നിയന്ത്രണത്തിലല്ല. എന്റെ ജീവിതം മുഴുവൻ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാവുക എന്നുള്ളതാണ് അള്ളാഹുവിനുള്ള സമ്പൂർണ്ണ സമർപ്പണം എന്ന് പറയുന്നത്. വിശ്വാസിയിൽ നിന്ന് അള്ളാഹു മിനിമം ആവശ്യപ്പെട്ടത് അതാണ്, മാക്സിമം അല്ല, മിനിമം ആവശ്യപ്പെട്ടത് അതാണ്. അതാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വൽ മുസ്ലിമീൻ. പ്രവാചകരെ, നിങ്ങൾ പറയണം, ഇന്ന സ്വലാത്തി, നിശ്ചയം എന്റെ നമസ്കാരം തീർന്നില്ല, വനുസുകി, എന്റെ ബലി അവിടെയും അവസാനിച്ചില്ല. നമസ്കാരവും ബലിയും പ്രതിനിധീകരിക്കുന്നത് ആത്മീയ ജീവിതത്തെയാണ്, മതീയ ജീവിതത്തെയാണെങ്കിൽ അവിടെ മാത്രം പരിമിതപ്പെടാതെ ഖുർആൻ പറയാണ്, വമഹ്യായ വമമാതി, എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ ജനനം തൊട്ട് എന്റെ മരണം വരെയുള്ള എന്റെ മുഴു ജീവിതവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനിതാ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു.
സഹോദരങ്ങളെ, ഇത് പറയാനാണ് വിശ്വാസികളോട് അല്ലാഹു ആഹ്വാനം ചെയ്യുന്നത്. എന്ത് പറയാൻ? എന്റെ നമസ്കാരവും എന്റെ ബലിയും എന്റെ ആത്മീയ ആരാധന അനുഷ്ഠാന കാര്യങ്ങളും എന്റെ ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും ഔറാദുകളും മാത്രമല്ല, എന്റെ ജീവിതം, എന്റെ മരണം, അതിലെല്ലാം പെട്ടു. എന്റെ ജനനം തൊട്ട് എന്റെ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവേ നിനക്കിതാ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല, അല്ലാഹുക്ക് പങ്കുകാരില്ല. വബിദാലിക ഉമിർതു, അപ്രകാരം ഞാനിതാ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെയുള്ള ജീവിതം നയിക്കാനാണ്. വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ പ്രഥമ മാത്രമേ സമർപ്പിതരിൽപ്പെട്ടവനാണ്. ഞാൻ ഒരു ജാതി മുസ്ലിമാണെന്നല്ല പറയുന്നത്, ഞാൻ പേരുകൊണ്ടൊരു മുസ്ലിമാണെന്നല്ല പറയുന്നത്. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ സമർപ്പിതരിൽപ്പെട്ടവനാണ്. പടച്ചവനെ നിനക്ക് പങ്കുകാരില്ല. അള്ളാഹുവിന് പങ്കുകാരില്ലെന്ന് പറഞ്ഞാൽ എന്റെ സമർപ്പണം നേടാൻ അർഹനായി, ജീവിതത്തിന്റെ ഒരു മേഖലയിലും എന്റെ സമർപ്പണം നേടാൻ അർഹനായി അള്ളാഹു അല്ലാതെ മറ്റൊരു ശക്തിയും ഇല്ലെന്നതാണ് അതിന്റെ മറ്റൊരു ഭാഷ്യം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, പറഞ്ഞതുപോലെ ആത്മീയ രംഗത്ത് മാത്രമല്ല അള്ളാഹുവിന് നമ്മുടെ സമർപ്പണം ആവശ്യമുള്ളത്, കുടുംബരംഗത്തും സാമ്പത്തിക സാമൂഹിക രംഗങ്ങളിലെല്ലാം നാം അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്ക് മാത്രമാണ് കീഴ്പ്പെടേണ്ടത്. ഈ ഒരു ബോധം നവീകരിക്കാനും അങ്ങനെ റബ്ബിനെ പൂർണ്ണമായി കീഴ്പ്പെടുന്നവരായി മാറാനുമാണ് ദുൽഹജ്ജ് മാസം, കഴിഞ്ഞുപോയ ദുൽഹജ്ജ് മാസം, അതല്ലെങ്കിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ദുൽഹജ്ജ് മാസം നമ്മോട് പറഞ്ഞത്. ജീവിതത്തെ അള്ളാഹുവിന് സമ്പൂർണമായി സമർപ്പിക്കാനുള്ളതാണെന്നുള്ള ബോധം വിശ്വാസിക്ക് നവീകരിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ദുൽഹിജ്ജ. സഹോദരങ്ങളെ, ആ അർത്ഥത്തിൽ ആ മാസത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമാവണം. കേവലം പേരുകൊണ്ട് മുസ്ലിം ആയാൽ പോരാ, കേവലം പേരുകൊണ്ട് വിശ്വാസിയായാൽ പോരാ. അതാണ് അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ, വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം നവീകരിച്ചു കൊണ്ടിരിക്കണം. നിങ്ങൾ അല്ലാഹുവിനെ സമർപ്പിക്കാൻ ബാധ്യസ്ഥരായ ആളുകളാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ മാത്രം സമർപ്പിക്കാൻ ബാധ്യസ്ഥരായ ആളുകളാണ്. അതാണ് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ, സത്യവിശ്വാസികളെ നിങ്ങൾ വീണ്ടും വിശ്വാസികളാവുക. എന്തിനാണ് വിശ്വാസികളോട് വീണ്ടും വിശ്വാസികളാവാൻ പറഞ്ഞത്? ഈ ബോധത്തെ നവീകരിക്കാൻ. സമർപ്പണമാണ് ഇസ്ലാമിന്റെ ഈമാനിന്റെ താല്പര്യം എന്ന് പറയുന്നത്. അത് ജീവിതത്തിന്റെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ മാത്രം പരിമിതമല്ല, മുഴു മേഖലകളിലും വിശ്വാസികൾ അല്ലാഹുവിനെ സമർപ്പിതരാവണം എന്ന ബോധത്തെ നിങ്ങൾ നവീകരിക്കും, അതിനനുസൃതമായ ജീവിതം നിങ്ങൾ നയിക്കും എന്നാണ് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ. വേറൊരു വചനത്തിൽ അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ, സത്യവിശ്വാസികളെ അല്ലാഹുവിന്റെ ദീനിൽ സമ്പൂർണ്ണമായി നിങ്ങൾ പ്രവേശിക്കണേ. ഒരിടത്തും പിശാചിന്റെ കാലടിപ്പാതകളെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല. ഒരിടത്തും ദേഹേച്ഛയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് നീങ്ങാൻ പാടില്ല. ദേഹേച്ഛയുടെ താല്പര്യം അള്ളാഹുവിന്റെ ദീനിന് എതിരാവുന്നിടത്ത് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ശക്തിയോടെ മുറുകെ പിടിക്കാൻ, അള്ളാഹുവിന്റെ വിലക്കുകളിൽ നിന്ന് അകന്നുകൊണ്ടുള്ള ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധ്യമാവണം. അതാണ് നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ സമ്പൂർണ്ണമായി പ്രവേശിക്കണേ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. സഹോദരങ്ങളെ, ത്യാഗത്തിന്റെ ഒരിനം ശരീരം കൊണ്ടുള്ള സമ്പൂർണ്ണമായ സമർപ്പണമാണ്. ത്യാഗത്തിന്റെ രണ്ടാമത്തെ ഇനം സമ്പത്ത് കൊണ്ടുള്ള ത്യാഗമാണ്. നിങ്ങളുടെ ശരീരം കൊണ്ട് മാത്രം ത്യാഗം ചെയ്താൽ പോരാ. ഒന്നാമത്തെ ത്യാഗമായി പറഞ്ഞത് അംവാലിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് നിങ്ങൾ ത്യാഗം ചെയ്യണേ. വിശ്വാസികളുടെ സമ്പത്ത് ആർക്കുള്ളതാണ്? അത് അള്ളാഹുവിനുള്ളതാണ്. അത് നൽകിയതാരാണ്? അള്ളാഹു നൽകിയതാണ്. അതിന്റെ കൈവശക്കാരൻ മാത്രമാണ് മനുഷ്യൻ. അതിന്റെ ഉടമസ്ഥത ആർക്കുള്ളതാണ്? അതിന്റെ പരമാധികാരം, അതിന്റെ സുപ്രീം സോവറൈനിറ്റി ആർക്കുള്ളതാണ്? പടച്ചവനുള്ളതാണ്. സഹോദരങ്ങളെ, അതിന്റെ കൈവശക്കാരൻ മാത്രമാണ് മനുഷ്യൻ. ആ സമ്പത്ത് അള്ളാഹു ഇഷ്ടപ്പെട്ട വഴിയിൽ വിനിയോഗിക്കാൻ, അള്ളാഹുവിനെ നൽകാൻ, അള്ളാഹുവിനെ സമർപ്പിക്കാൻ വിശ്വാസി ബാധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങൾ ത്യാഗം ചെയ്യുക എന്ന് പറഞ്ഞത്. വിശ്വാസികളുടെ സമ്പത്ത് അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹ്ക്ക് സമ്പത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പടച്ചോന്റെ കയ്യിൽ കൊടുക്കാൻ കഴിയോ? പടച്ചോന്റെ കയ്യിൽ കൊടുക്കാൻ കഴിയും. അതെങ്ങനെ കൊടുക്കുമ്പോ? അള്ളാഹു നിർദ്ദേശിച്ച ഭാഗങ്ങളിലൂടെ അത് ദാനം ചെയ്യുമ്പോ. മനുഷ്യർക്ക് സമ്പത്ത് ദാനം ചെയ്യലാണത്. അള്ളാഹ്ക്ക് സമ്പത്ത് ദാനം ചെയ്യാ, അള്ളാഹ്ക്ക് വേണ്ടി സമ്പത്ത് കൊണ്ട് ത്യാഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് സമ്പത്ത് ദാനം ചെയ്യലാണ്. അതാണ് സമ്പത്ത് കൊണ്ടുള്ള ജിഹാദ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ധനമാണ് ദാനം ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടാത്തത് കൊടുക്കാനല്ല പറഞ്ഞത്, ഏറ്റവും ഇഷ്ടപ്പെട്ട ധനം ദാനം ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ പുണ്യം നേടിയിട്ടില്ലെന്ന് അള്ളാഹു പറയാം. എപ്പോഴാണ് നിങ്ങൾ പുണ്യം നേടുന്നത്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുമ്പോഴാണ്. അങ്ങനെയാണ് സ്വഹാബിമാർ ചെലവഴിച്ചത്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ധനം, അവർക്ക് ഏറ്റവും താല്പര്യമുണ്ടായിരുന്ന ധനം. അബൂ തൽഹ അക്സറുൽ അൻസാരി ബിൽ മദീനത്തി മാലൻ മിൻ നഖ്ലിൻ. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു മദീനയിൽ ഒരുപാട് സ്വത്തുള്ളയാളായിരുന്നു. ഈത്തപ്പന തോപ്പുകൾ ധാരാളമുള്ള സ്വഹാബി. വകാന അഹബ്ബു അംവാലിഹി ഇലൈഹി ബിബൈറുഹാ, ബൈറുഹാ തോട്ടമായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരമായത്. വകാനത് മുസ്തഖ്ബിലത്തുൽ മസ്ജിദ്, മസ്ജിദിനെ പള്ളിക്ക് അഭിമുഖമായി
നിൽക്കുന്ന ബൈറുഹാ തോട്ടം. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലുഹാ വയസ്റബു മിൻ മാഇൻ ഫീഹാ തയ്യിബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ അവിടെ വന്നാലും ആ തോട്ടത്തിൽ നിന്ന് പ്രവേശിച്ചുകൊണ്ട് അബൂ തൽഹയുടെ അനുമതിയോടുകൂടി അവിടുത്തെ ശുദ്ധജലം റസൂലുള്ളാഹി മദിയാവോളം കുടിക്കുമായിരുന്നു. ഫലമ്മാ നസലത്തിൽ ആയ, ഖുർആനിലെ വചനം ഇറങ്ങി, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ പുണ്യം നേടുന്നില്ല. ഈ വചനം ഇറങ്ങിയപ്പോ ഫഖസ്സമഹാ അബൂ തൽഹ ഫീ അഖാരിബിഹി വബനി അമ്മി. അബൂ തൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്കും അദ്ദേഹത്തിന്റെ പിതൃവ്യ പുത്രന്മാർക്കും ആദനം ബൈറുഹാ തോട്ടം വിഹിതം വെച്ച് നൽകി. ഏതാണ് ബൈറുഹാ തോട്ടം? അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള തോട്ടം, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ധനം. ഖുർആനിൽ ഒരു വചനം ഇറങ്ങി, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ പുണ്യം നേടുന്നില്ല. ആ വചനം ഇറങ്ങിയതോടുകൂടി ബൈറുഹാ തോട്ടം തന്നെ ദാനം ചെയ്തു. കുടുംബക്കാർക്കും അതുപോലെ പിതൃവ്യ പുത്രന്മാർക്കുമെല്ലാം അത് ദാനം ചെയ്തു എന്നാണ് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഇറങ്ങിയപ്പോ ദാനം ചെയ്തു എന്നാണ് ചരിത്രം പറയുന്ന സഹോദരങ്ങളെ. ദാനം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്, ചിലർക്ക് എന്ന് പറഞ്ഞാൽ അത് റമളാനിൽ മാത്രം ചെയ്യേണ്ടതാണ്. റമളാനിലെ പുണ്യരാവുകളിൽ ദാനധർമ്മങ്ങൾക്ക് ഏറെ മഹത്വമുണ്ട്. പക്ഷെ റമളാനിൽ മാത്രമല്ല, റമളാനിലേതുപോലെ നമുക്ക് സാധ്യമായില്ലെങ്കിൽ പോലും സാധ്യമാവും പോലെ അത് വിശ്വാസിയുടെ എല്ലാ കാലത്തെയും ദിനചര്യയുടെ ഭാഗമാവണം. ദാനം വിശ്വാസിയുടെ ദിനചര്യയുടെ ഭാഗമാവണം എന്നുള്ളതാണ്. കാരണം അത് സമ്പത്ത് കൊണ്ടുള്ള ജിഹാദാണ്. നമ്മുടെ സമ്പത്ത് നേരിട്ട് അള്ളാന്റെ കയ്യിൽ കൊടുക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്ക്, 3 നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക്, കേറിക്കിടക്കാൻ ഒരു കൂരയില്ലാത്തവർക്ക്, മക്കളുടെ വിവാദത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നവർക്ക്, മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്നവർക്ക് നമ്മുടെ ധനത്തിൽ നിന്ന് ഒരു വിഹിതം നമ്മൾ നൽകിയാൽ, സഹോദരങ്ങളെ, അതാണ് അള്ളാഹുവിന് സമ്പത്ത് കൊണ്ട് ത്യാഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ. പാവപ്പെട്ട ആളുകൾക്ക് ദാനം ചെയ്യുക, കഷ്ടപ്പെടുന്നവർക്ക് ദാനം ചെയ്യുക, മക്കളെ വിവാഹം ചെയ്തേക്കാൻ പ്രയാസപ്പെടുന്നവർക്ക് ദാനം ചെയ്യുക, മക്കളെ പഠിപ്പിക്കാൻ പ്രയാസപ്പെടുന്നവർക്ക് ദാനം ചെയ്യുക, കൂരയില്ലാത്തവർക്ക് ദാനം ചെയ്യുക, 3 നേരത്തെ ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കാൻ ഇല്ലാത്തവർക്ക് ഉള്ളവർ ദാനം ചെയ്യുക. എപ്പോൾ? ദിനചര്യയുടെ ഭാഗമാവണം ദാനം. വിശ്വാസിയുടെ ദിനചര്യയുടെ ഭാഗമാവണം ദാനം. ആ ദാനം നിർവഹിക്കുമ്പോൾ ആർക്കാണോ നൽകുന്നത് അയാളെ ഒരു നന്ദി വാക്കും പ്രതീക്ഷിക്കാനും പാടില്ല എന്നുള്ളതാണ്. അതാണ് ഖുർആന്റെ ആഹ്വാനം. ആളുകൾക്ക് നൽകുക, ഭക്ഷണം നൽകുക, അഗതികൾക്ക്, ബന്ദികൾക്ക്, അനാഥർക്ക് നൽകുക. അങ്ങനെ നൽകുമ്പോ അള്ളാന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് ഇത് നൽകുന്നത്. നിങ്ങളിൽ നന്ദി വാക്കോ പ്രത്യുപകാരമോ പ്രതീക്ഷിച്ചിട്ടല്ല, അള്ളാന്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ച് ദിനചര്യയുടെ ഭാഗമാക്കി സമ്പത്തിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുക. ഇതാണ് സഹോദരങ്ങളെ സമ്പത്ത് കൊണ്ടുള്ള ജിഹാദ് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾ, ഇറാനിൽ ആക്രമണത്തിന് നിരന്തരമായി ഇരയായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാർ, അവിടുത്തെ സ്ത്രീകളും കുഞ്ഞുങ്ങളുമെല്ലാം അള്ളാഹുവിന് വേണ്ടി അവരുടെ സമ്പത്തും ശരീരവും നിരന്തരമായി സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ആ പ്രയാസങ്ങൾ, ഫലസ്തീനികളും ഇറാനികളും എല്ലാം അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളൊന്നും ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്നില്ല. അള്ളാഹുവിനെ നമ്മൾ നന്ദി പ്രകാശിപ്പിക്കണം. അതുകൊണ്ട് നമുക്ക് നിർവഹിക്കാനുള്ള ത്യാഗമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതം അള്ളാഹുവിന്റെ വഴിയിലാണെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതെങ്ങനെ? ആരാധനകളിൽ വീഴ്ച വരുത്താതെ, സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലേക്കും പലിശയിലേക്കും തെന്നി വീഴാതെ, രാഷ്ട്രീയ ഉദ്യോഗ മണ്ഡലങ്ങളിൽ അഴിമതിയിലേക്ക് വ്യതിചലിക്കാതെ ജീവിക്കാനുള്ള ജാഗ്രതയാണ് അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് നാം നിർവഹിക്കേണ്ടുന്ന ത്യാഗം എന്ന് പറയുന്നത്. അപ്പോൾ സമ്പത്തും ശരീരവും സമ്പൂർണമായി അള്ളാഹുവിന് സമർപ്പിക്കുക എന്നതാണ് ബലിപെരുന്നാളും ഹജ്ജുമെല്ലാം നമുക്ക് നൽകിയ ഒന്നാമത്തെ പാഠം. ദുൽഹിജ്ജ വിട പറയുമ്പോ ദുൽഹിജ്ജ എന്ത് പാഠമാണ് നമുക്ക് നൽകിയത് എന്ന് ചോദിച്ചാൽ, ഇനി വരാൻ പോകുന്ന ഒരു പുതുവർഷം, ഇനി വരാൻ പോകുന്ന ഒരു പുതിയ ജീവിതം മുഹറമിലൂടെ, ആ ജീവിതത്തിൽ സമ്പൂർണമായും അള്ളാഹുവിനെ സമർപ്പിക്കുന്നവനായി മാറാനുള്ള തീരുമാനമാണ് നിനക്ക് വേണ്ടത് എന്നുള്ള ഒന്നാമത്തെ അജണ്ടയാണ് ദുൽഹിജ്ജ നമ്മോട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ പാഠം, ഈ കാലയളവ് കഴിഞ്ഞാലും അള്ളാഹിനെ സംബന്ധിച്ച് ഓർമ്മയിലും പരലോക വിജയത്തിനായുള്ള പ്രാർത്ഥനയിലും കഴിഞ്ഞുകൂടുക. ഹജ്ജ് കഴിഞ്ഞു, ബലിപെരുന്നാൾ കഴിഞ്ഞു, അതിന്റെ മുമ്പ് 2 മാസങ്ങൾക്ക് മുമ്പ് റമദാനും കഴിഞ്ഞു. ഇനി അങ്ങ് അടുത്ത റമദാൻ വരെ അറമാടിച്ചങ്ങ് ജീവിക്കാം എന്നൊരു ചിന്തയല്ല. അവശേഷിക്കുന്ന ജീവിതത്തിലേക്കുള്ള ഊർജമായിരുന്നു ആരാധനകളുടെ മാസങ്ങളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന കാലങ്ങളിലും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണയിലും പരലോക ചിന്തയിലുമായി ജീവിക്കണം. അതാണ് അല്ലാഹു തആല ഹജ്ജ് കഴിഞ്ഞാലുള്ള ജീവിതത്തെ പറ്റിയും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഹജ്ജ് കാലത്തെ സംബന്ധിച്ച് മാത്രമല്ല പറഞ്ഞത്, ഹജ്ജ് കഴിഞ്ഞാലുള്ള ജീവിതത്തെ സംബന്ധിച്ചും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ
അല്ലാഹു പറയാണ് ഫൈദാ ഖളൈതും മനാസികകും ഫദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും ഔ അശദ്ദ ദിക്റാ. ഫൈദാ ഖളൈതും മനാസികകും, നിങ്ങൾ ചടങ്ങുകളിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ, ഹജ്ജിൽ നിന്ന് നിങ്ങൾ വിരമിച്ചു കഴിഞ്ഞാലും ഫദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും ഔ അശദ്ദ ദിക്റാ, അല്ലാഹുവിനെ നിങ്ങൾ ഓർക്കണം. നിങ്ങളുടെ പിതാക്കന്മാരെ അനിസ്ലാമിക കാലഘട്ടത്തിൽ നിങ്ങൾ അനുസ്മരിച്ചിരുന്നത് പോലെ, അനിസ്ലാമിക കാലഘട്ടത്തിൽ ഹജ്ജിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ അവരെ എവിടെയെങ്കിലും പോയിട്ട് അവരുടെ പിതാക്കന്മാരെ സംബന്ധിച്ചുള്ള മെജ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ കാരണവന്മാർ അത്ര വലിയവന്മാരായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിതാക്കന്മാരെ സംബന്ധിച്ചുള്ള വമ്പവർ പറഞ്ഞുകൊണ്ടിരുന്നു. അള്ളാഹു പറയാണ്, വിശ്വാസികളോട് പറയാണ്, വിശ്വാസികളെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ചടങ്ങുകളിൽ നിന്നും നിങ്ങൾ വിരമിച്ചാൽ, ഫൈദാ ഖളൈതും മനാസികകും, ഹജ്ജിൽ നിന്ന് നിങ്ങൾ വിരമിച്ചു കഴിഞ്ഞാൽ, ഫദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും ഔ അശദ്ദ ദിക്റാ, പഴയ കാലത്ത് അനിസ്ലാമിക കാലഘട്ടത്തിൽ പൂർവികന്മാർ നിങ്ങൾ സ്മരിച്ചിരുന്നത് പോലെ അതിനേക്കാൾ ശക്തമായി നിങ്ങൾ സ്മരിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അള്ളാഹിനെ സ്മരിച്ചുകൊണ്ടുള്ള ജീവിതം, അള്ളാഹിനെ മറന്നുകൊണ്ടുള്ള ജീവിതമാകരുത്. ഹജ്ജ് കഴിഞ്ഞാലും ദുൽഹിജ്ജ കഴിഞ്ഞാലും നിങ്ങളുടെ ജീവിതം എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. ജനങ്ങളിൽ ഒരു കൂട്ടം ആളുകളുണ്ട്, ദുനിയാവിൽ പടച്ചോനെ കൊണ്ട, സമ്പത്ത് കൊണ്ട, അധികാരം കൊണ്ട, പദവികൾ കൊണ്ട, സ്ഥാനമാനങ്ങൾ കൊണ്ട, രാഷ്ട്രീയത്തിൽ സ്വാധീനം കൊണ്ട, കുടുംബത്തിന് നല്ല പദവികൾ കൊണ്ട എന്നിങ്ങനെ ദുനിയാവ് മാത്രം, ഭൗതികമായ ജീവിതം, താൽക്കാലിക ആയുഷ്കാലത്തേക്കുള്ള പദവികൾ, അത് മാത്രം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ ജനങ്ങളിലുണ്ട്. പടച്ചോനെ ദുനിയാവ് കൊണ്ട എന്ന് മാത്രം ചോദിക്കുന്നവർ, അവർക്ക് പരലോകത്തൊരു വിഹിതവും ഉണ്ടാവില്ലെന്ന് അള്ളാഹു പറയാൻ. എന്നാൽ ഹജ്ജ് കാലത്തും ഹജ്ജ് കഴിഞ്ഞാലും നിങ്ങൾ പറയേണ്ടത് എന്താണ്? ഇപ്പറയുന്ന ആളുകളുണ്ട്, ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അവരുടെ രീതിയും സമീപനവുമാണ് നിങ്ങൾക്ക് വേണ്ടത്. എന്താണ് ആ രീതി? റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസന. പടച്ചോനെ ദുനിയാവിൽ നൽകേ, പടച്ചവനെ പരലോകത്തിലും നൽകേ. അല്ലാഹുവേ ദുനിയാവ് നൽകണം, ദുനിയാവ് കൊണ്ട് മാത്രം എനിക്ക് ലഭിക്കുന്നത് അവസാനിപ്പിക്കരുത് പടച്ചവനെ. ആഖിറത്തിലും എനിക്ക് നൽകണമേ. വഫിൽ ആഖിറതി ഹസന, പരലോകത്തിലും എനിക്ക് ഉന്നതമായ പദവികൾ നൽകണമേ. വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പറയുന്നവരുണ്ട്. ഹജ്ജ് കാലത്തും അവരുടെ പ്രാർത്ഥന ഏതായിരുന്നു? നിങ്ങൾ അങ്ങനെയാവണം. ഈ ലോകം മാത്രം ചോദിക്കുന്നവരായി മാറരുത്, പരലോകം ചോദിക്കുന്നവരായി കൂടി നിങ്ങൾ മാറണം. ഈ ലോകവും പരലോകവും സമന്വയിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുന്നവരായി മാറണം. അങ്ങനെ ചോദിച്ചാൽ ഉലൈക ലഹും നസീബും മിമ്മാ കസബു വല്ലാഹു സരീഉൽ ഹിസാബ്, അവർ സമ്പാദിച്ചതിന്റെ വിഹിതം അല്ലാഹു തആല അവർക്ക് നൽകുന്നതാണ്. അല്ലാഹു തആല വിചാരണ വേഗത്തിലാക്കുന്നവനാണ്. സഹോദരങ്ങളെ, എന്താണ് അല്ലാഹു പറയുന്നത്? ദുൽഹിജ്ജ കഴിഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടത് ദിക്റുള്ളയാണ്. ദുൽഹിജ്ജ കഴിഞ്ഞാലും നിങ്ങൾ ദുനിയാവിനെ മാത്രം ചോദിക്കുന്നവരായി, ദുനിയാവിൽ ഇടപഴകിക്കൊണ്ട് അല്ലാഹുവിനെ വിസ്മരിക്കുന്നവരായി നിങ്ങൾ മാറാൻ പാടില്ല. നിങ്ങൾ ഇഹത്തെയും പരത്തെയും അനുസ്മരിക്കുന്നവരായി, ഇഹത്തിലും പരത്തിലുമുള്ള വിജയത്തിന് വേണ്ടി, ഹസനത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, ഏറ്റവും ഉയർന്ന അവസ്ഥയ്ക്ക് വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കുന്നവരാവണം. അതാണ് ദുൽഹിജ്ജ കഴിഞ്ഞ് എങ്ങനെ ജീവിക്കണമെന്ന് അല്ലാഹു പറയുന്നുണ്ട്. നിങ്ങൾ അല്ലാഹുവിനെ നിങ്ങളുടെ പിതാക്കന്മാരെ സ്മരിച്ചതിനേക്കാൾ ശക്തമായി സ്മരിക്കുകയും ഐഹിക പാരത്രിക വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നാണ് ഹജ്ജിൽ നിന്ന് വിരമിച്ചവരോടായിട്ട് അല്ലാഹു പറയാൻ. ഹജ്ജ് കാലത്ത് മാത്രമല്ല നിങ്ങൾക്ക് ദിക്റുള്ള വേണ്ടത്, ഹജ്ജിൽ നിന്ന് വിരമിച്ചാലും ഇനി നാട്ടിലേക്ക് എത്തിയാലും വേണ്ടത് ദിക്റുള്ളയാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ എവിടെയും അവസാനിക്കുന്നില്ല, അതെവിടെയും അസ്തമിച്ചു പോകുന്നില്ല. എപ്പോഴെങ്കിലും വേണ്ടതല്ല ദിക്റുള്ള, എപ്പോഴും വേണ്ടതാണ്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനി, എപ്പോഴും അല്ലാഹുവിനെ സ്മരിക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹിന്റെ നിലപാട്. എപ്പോഴും അല്ലാഹുവിനെ സ്മരിക്കുന്നവനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മരിക്കുന്ന സമയത്തും ദിക്റുള്ളയിലായിട്ട് മരിക്കണം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ ദൂതരെ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, അൻതമൂത വലിസാനുക റത്ബും ബിദിക്രില്ലാഹ്, അൻതമൂത വലിസാനുക റത്ബും ബിദിക്രില്ലാഹ്, നിന്റെ നാവ് ദിക്റുള്ള കൊണ്ട് നനഞ്ഞ അവസ്ഥയിൽ മരിക്കുക എന്നുള്ളതാണ്. ദിക്റുള്ള കൊണ്ട് നിന്റെ നാവ് നനഞ്ഞ അവസ്ഥയിൽ മരിക്കുക എന്നതാണ് ഏറ്റവും ഉത്കൃഷ്ടമായ കർമ്മമെന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ ദൂതൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, റബീബ് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാമത്തു ഹുബ്ബില്ലാഹി കസറത്തു ദിക്രിഹി, അല്ലാഹുവിനെ സ്നേഹിക്കുന്നതിന്റെ അടയാളം എന്താണ്? അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുകയും പറയുകയും ചെയ്യുക. നമ്മൾ ഓർക്കുന്നതിനെ നിരന്തരമായി നമ്മൾ അറിയാതെ നമ്മുടെ നാവിലൂടെ അങ്ങ് പറഞ്ഞു പോകും. അല്ലാഹുവിനെ നമ്മൾ ഓർക്കുന്നുവെങ്കിൽ അതിന്റെ അടയാളമാണ് നമ്മുടെ നാവിലൂടെ അല്ലാഹുവിനെ പറയാ എന്ന് പറയുന്നത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ പറയണം. ഫഇന്നക ലാ തുഹിബ്ബു ശൈഅൻ ഇല്ലാ അക്സർത മിൻ ദിക്രി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റബീബ് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഇന്നക ലാ തുഹിബ്ബു ശൈഅൻ, നീ ഒരു കാര്യവും ഇഷ്ടപ്പെടുന്നില്ല, ഇല്ലാ അക്സർത മിൻ ദിക്രി, നീ അതിങ്ങനെ ധാരാളം പറഞ്ഞുകൊണ്ടിരിക്കും. നിനക്ക് ഒരുവനോട് അതല്ലെങ്കിൽ ഒന്നിനോട് വല്ലാത്ത ഇഷ്ടമാണെങ്കിൽ നീ അതിങ്ങനെ നിന്റെ നാവിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കും. സഹോദരങ്ങളെ, അതാണ് ദിക്റുള്ളയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലാഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് അല്ലാഹുവിനെ നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ നാവ് കൊണ്ടും നമ്മൾ സ്മരിക്കുക, ഓർക്കുക എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, നമുക്കറിയാം പുതിയ ഒരു ലോകകപ്പ് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്.
ഇത് ലോകത്ത് നടക്കുന്ന വലിയൊരു ഫുട്ബോൾ മാമാങ്കമാണ്. ചില ആളുകൾക്ക് കളിയോട് വലിയ താല്പര്യമുണ്ടാകുന്നതോ അതല്ലെങ്കിൽ ഫുട്ബോൾ കാണുന്നതിനോട് താല്പര്യമുണ്ടാകുന്നതോ ഒന്നും നമ്മൾ മോശമായി കാണേണ്ടതില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കളിയോട് താല്പര്യമുണ്ടാവും, കളി കാണുന്നതിനോട് താല്പര്യമുണ്ടാവും, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമായി കാണുക എന്നേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. ചില ടീമുകളോട് പ്രത്യേക താല്പര്യം ഉണ്ടാകുന്നത് തെറ്റല്ല. ഒരു ടീമിനോട് പ്രത്യേക താല്പര്യം, വേറൊന്നിനോട് അത്രയ്ക്ക് താല്പര്യമില്ലാത്ത അവസ്ഥ. പക്ഷെ അതിന്റെ പേരിൽ നമസ്കാരം നഷ്ടപ്പെടുത്തുക, വീറും വാശിയും കൂടി വ്യക്തിബന്ധങ്ങൾ നശിപ്പിക്കുക, അതുപോലെ തന്നെ ടീം പക്ഷപാതികളായി അടിയും ലഹളയും ഉണ്ടാക്കുക, അതല്ലെങ്കിൽ അതിന്റെ പേരിൽ ലഹരി പോലുള്ള തെറ്റായ കാര്യങ്ങളിൽ ഏർപ്പെട്ടു പോവുക എന്നിങ്ങനെയുള്ള സംഗതികളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം സമീപനങ്ങൾ, മേൽപ്പറഞ്ഞ രീതിയിലുള്ള സമീപനങ്ങൾ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കളിയെ കളിയായി കാണുക എന്നുള്ളതാണ്. അതൊരിക്കലും തന്നെ നമസ്കാരത്തിനും ദിക്റുള്ളക്കും ഒരു നിലക്കും തടസ്സമാവാനും പാടില്ല. കാരണം വല ദിക്റുല്ലാഹി അക്ബർ, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണയാണ് ഏറ്റവും വലുത്, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയാണ് ഏറ്റവും വലുത്. ദിക്റുള്ളയിൽ നിന്നും ഒരു കളിയും നമ്മളെ അശ്രദ്ധരാക്കാൻ പാടില്ല. മറ്റൊരിടത്ത് അല്ലാഹു പറഞ്ഞത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയണം ദിക്റുള്ള കൊണ്ട് മാത്രമാണ് ഹൃദയങ്ങൾക്ക് സമാധാനം ഉണ്ടാവുക. കളിയൊക്കെ നല്ലതാണ്, നൈമിഷികമായ ഒരു ആസ്വാദനം ലഭിക്കും. കളിയല്ലെങ്കിൽ ചിലർക്ക് ആസ്വാദനം രാഷ്ട്രീയത്തിലായിരിക്കും, ചിലർക്ക് ആസ്വാദനം കൃഷിയിലായിരിക്കും, ചിലർക്ക് ആസ്വാദനം വേറെ വല്ല മേഖലയിലുമായിരിക്കും. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആസ്വാദന മേഖലകൾ ആളുകൾക്കുണ്ടാവും. പക്ഷെ അതൊന്നും ദിക്റുള്ളയെ അതിജയിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളൊക്കെ പരിമിതമായ മിതമായ അളവിൽ ആളുകൾ കൊണ്ടു നടക്കുക എന്നത് മോശപ്പെട്ട സംഗതിയായിട്ട് കാണേണ്ടതില്ല. പക്ഷേ അതൊന്നും തന്നെ ദിക്റുള്ളക്ക് തടസ്സമാവാൻ പാടില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ, പരലോക ചിന്ത, ഇതായിരിക്കണം ആത്യന്തികമായിട്ട് ഒരു വിശ്വാസിയെ നയിക്കേണ്ടുന്ന ബോധവും വികാരവും എന്ന് പറയുന്നത്. അതിൽ നിന്ന് അശ്രദ്ധനാക്കി കളയുന്ന രീതിയിൽ കളിയോടോ അതല്ലെങ്കിൽ മറ്റ് ഭൗതിക വ്യവഹാരങ്ങളോടോ ഇടപഴകുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹജ്ജിൽ നിന്നും ദുൽഹിജ്ജയിൽ നിന്നും വിരമിച്ചാലും എപ്പോഴും ദിക്റുള്ള നിലനിർത്തുക എന്നതാണ് ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം ജീവിതം മുഴുവനായി അല്ലാഹുവിനെ സമർപ്പിക്കുക. രണ്ടാമതായി പറഞ്ഞു എപ്പോഴും ദിക്റുള്ള നിലനിർത്തുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ത്യാഗത്തിലും ദിക്റുള്ളയിലുമായി നാം സ്വയം കഴിഞ്ഞുകൂടിയാൽ മാത്രം പോരാ. അല്ലാഹുവിന്റെ ദീനിന്റെ ദായികളായി, പ്രബോധകരായി നമ്മൾ മാറണം. ഈ ദീനിനെ നമ്മൾ ആസ്വദിച്ചും അനുഭവിച്ചും കൊണ്ടിരിക്കുകയാണ്. ഈ ദീനിന്റെ ദുആത്തായി, ഈ ദീനിന്റെ മുബല്ലിഗീങ്ങളായിട്ട് മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതിന്റെ പ്രബോധകരായിട്ട് മാറാൻ സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജായ ഹജ്ജത്തുൽ വിദാഇന്റെ ഘട്ടത്തിൽ അവിടെ ഒരുമിച്ച് കൂടിയ ജനസാഗരത്തോട് റസൂലുള്ള പറഞ്ഞത് നിങ്ങളെ ദീനിന്റെ ദുആത്തും ഈ ദീനിന്റെ മുബല്ലിഗുകളുമായി മാറണം എന്നുള്ളതാണ്. ഈ ദീനിന്റെ പ്രബോധകരായി നിങ്ങൾ മാറണം എന്നുള്ളതാണ്. ഇവിടെ ഹാജരുള്ള ആളുകൾ ഹാജരില്ലാത്തവർക്ക് ഈ ദീനിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കണം എന്നതാണ്. അത് ഹജ്ജിന്റെ സന്ദേശമായിരുന്നു, അത് അറഫായുടെ സന്ദേശമായിരുന്നു. സഹോദരങ്ങളെ, ഇസ്ലാമിക പ്രബോധനമാകുന്ന ചുമട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലിൽ നിന്ന് സ്വഹാബത്തിന്റെ ചുമലിലേക്ക്, അവിടെ നിന്ന് അങ്ങോട്ട് മുസ്ലിം ഉമ്മത്തിന്റെ ചുമലിലേക്ക് എത്തിയ സാഹചര്യം അതൊരു ഹജ്ജ് കാലമായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. സഹോദരങ്ങളെ, സഹോദരിമാരെ, ദീനീ ദഅവത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഹജ്ജും പെരുന്നാളും. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് തത്വദീക്ഷയോടുകൂടി നല്ല ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് നിങ്ങൾ ആളുകളെ ക്ഷണിക്കേണ്ടതുണ്ട്. ഏറ്റവും നല്ലതിനെ പകരം നൽകി നിങ്ങൾ ജനങ്ങളോട് സംവദിക്കണം. അത് പ്രവാചകന്റെ മാർഗമാണ്. ഉമ്മത്തിന്റെ വഴിയും അത് തന്നെയായി മാറണം. റസൂലുള്ളാഹി ഉമ്മത്തിനെ അത് ഏൽപ്പിച്ചിട്ടുണ്ട്. അതേൽപ്പിക്കാൻ അല്ലാഹു പ്രവാചകനോട് കൽപ്പിച്ചിട്ടുമുണ്ട്. പ്രവാചകരെ, നിങ്ങൾ പറയണം ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം. ഈ പ്രബോധനമുണ്ടല്ലോ, ഈ ദീനിന്റെ സത്യത്തിന്റെ നീതിയുടെ വെളിച്ചത്തിന്റെ വലിയ സന്ദേശം അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് എന്റെ മാർഗം. അല്ലാഹുവിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി, ഒരു ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിലേക്ക് ഞാൻ ജനങ്ങളെ ക്ഷണിക്കുന്നു. ഞാൻ മാത്രമല്ല, എന്നെ പിന്തുടരുന്ന, എന്നെ പിൻപറ്റിയ ആളുകളും ചെയ്യേണ്ടുന്ന പണിയതാണ്. പ്രവാചകനെ പിൻപറ്റിയവർക്കും ആ ബാധ്യതയുണ്ട്. ഒന്നാമത്തെ ബാധ്യത സമ്പൂർണ്ണമായി അല്ലാഹുവിന് സമർപ്പിക്കുക, സമ്പത്തും ശരീരവും പൂർണ്ണമായി അല്ലാഹുവിന് സമർപ്പിക്കുക. രണ്ടാമത്തെ ബാധ്യത എന്ന് പറയുന്നത് ദിക്റുള്ളയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കുക. മൂന്നാമത്തെ ഉത്തരവാദിത്തം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദീൻ ലോകത്തിന് പകർന്നു നൽകുക എന്നുള്ളതാണ്. പക്ഷേ ചില മുഖവരകളോട് കൂടിയായിരിക്കണം ഈ ദീനിനെ പ്രബോധനം ചെയ്യേണ്ടത്. കാരണം നമുക്കറിയാം, ഇസ്ലാം ഭീതി, ഇസ്ലാമോഫോബിയ വല്ലാണ്ട് ശക്തിപ്പെട്ട കാലമാണ്, പുതിയ കാലമാണ്.
കാലം എന്ന് പറയുന്നത് ലോകത്തുടനീളം ഇസ്ലാം ഭീതി ശക്തമാണ്. ഫ്രാൻസിൽ, ജർമ്മനിയിൽ, ഇറ്റലിയിൽ, അമേരിക്കയിൽ, ഇന്ത്യയിൽ എന്ന് വേണ്ട ലോകത്തുടനീളം എല്ലാ രാജ്യങ്ങളിലും എല്ലാ വൻകരകളിലും ചെറുതോ വലുതോ ആയി ഇസ്ലാം ഭീതി ബോധപൂർവം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലം, ഇസ്ലാമിനെ മുൻനിർത്തിക്കൊണ്ട് ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലം, ഇവിടെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ കൂടെ ചില ആമുഖങ്ങൾ ആവശ്യമാണ്. എന്താണ് ആമുഖം? മാതൃകാപരമായ ഇസ്ലാമിക ജീവിതം നയിക്കുക, അതാണ് ആമുഖം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഗോതയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ആർജിച്ചെടുത്ത ഏറ്റവും നല്ലൊരു ഗുണവിശേഷണമുണ്ട്, അൽ അമീൻ, വിശ്വസ്തൻ. വിശ്വസ്തനാണ്. അറബികളുടെ ഖുറൈശികളുടെ വിശ്വസ്തനാണ്. അവർ എവിടേക്ക് വിരുന്നുകാരായി പോകുമ്പോഴും അവരെവിടേക്ക് നാടുവിട്ട് പോകുമ്പോഴും സൂക്ഷിപ്പ് സ്വത്തുക്കൾ സൂക്ഷിക്കാൻ വേണ്ടി അവരുടെ ജംഗമ ജാഗര സ്വത്തുക്കൾ അവർ ചുമതലപ്പെടുത്തുന്ന ഏൽപ്പിക്കുന്ന അൽ അമീനായ പ്രവാചകനെയാണ്. സഹോദരങ്ങളെ, ജനങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായി, ജനങ്ങൾക്ക് മാതൃകയായി ജീവിച്ചുകൊണ്ട്, ജനങ്ങൾക്ക് നല്ല നല്ല അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുക എന്നതാണ് ദുൽഹിജ്ജ നമ്മോട് വിട പറയുമ്പോ ഹാജിമാർക്കും അതുപോലെ തന്നെ ഇബ്രാഹിം പ്രവാചകൻ അലൈഹിസ്സലാമയുടെയും മറ്റു പ്രവാചകന്മാരുടെയും ചരിത്രത്തെ അനുസ്മരിച്ചിരുന്ന, ത്യാഗത്തിന്റെ ചരിത്രത്തെ അനുസ്മരിച്ചിരുന്ന നമ്മുടെ എല്ലാവരുടെയും ബാധ്യത എന്ന് പറയുന്നത് ഹജ്ജിന്റെയും ബലി പെരുന്നാളിന്റെയും മാസമായ ഈ ദുൽഹിജ്ജയോട് വിട പറയുമ്പോൾ 3 ഉത്തരവാദിത്തങ്ങൾ നമ്മിൽ വന്നു ചേരുന്നു എന്നാ പറഞ്ഞത്. 1, മുഴു ജീവിതത്തെയും അല്ലാഹുവിന്റെ സമ്പൂർണ്ണ സമർപ്പണമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. 2, ഈ കാലയളവ് കഴിഞ്ഞാലും ഈ മാസം കഴിഞ്ഞാലും അല്ലാഹുവിനെ സംബന്ധിച്ച ദിക്റിലും പരലോക വിജയത്തിനായുള്ള പ്രാർത്ഥനയിലുമായി അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിലായി കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ്. 3, ഹജ്ജ്, ബലി പെരുന്നാൾ, നമ്മുടെ ചുമലിൽ ഏൽപ്പിച്ചിട്ടുള്ള ദീനീ ദാനത്തിന് നമ്മൾ വിസ്മരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ 3 ദൗത്യങ്ങളും ഭംഗിയായി നിർവഹിക്കുന്നവരാക്കി ജഗന്നിയന്താവായ നാഥൻ നമ്മെ എല്ലാവരെയും മാറ്റുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. രണ്ടാമതായും എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാഥൻ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ പ്രീതിയിലും പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ, ബന്ധു, മിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അള്ളാഹു വിശാലമാക്കി തരുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉദുമായുടെ ഭാഗമാവുന്നവരുടെ ഗണത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സിദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സാലിഹീങ്ങളോടൊപ്പം മാതാപിതാക്കളോടൊപ്പം മക്കളോടൊപ്പം കുടുംബാംഗങ്ങളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും റബ്ബ് തആല നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും പ്രത്യേകം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ പടച്ചവൻ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. മുത്തഖീങ്ങളും സ്വാലിഹീങ്ങളും ആക്കി അല്ലാഹു നമ്മുടെ മക്കളെ പരിവർത്തിപ്പിക്കുമാറാവട്ടെ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര സ്നേഹം ശക്തിപ്പെടുത്തുമാറാവട്ടെ. ദൗർഭാഗ്യകരമായ ഫസ്ഖുകളിൽ നിന്ന് എല്ലാ കുടുംബങ്ങളെയും അല്ലാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മുതിർന്ന പൗരന്മാർ, നമ്മുടെ മാതാപിതാക്കൾ അവർക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല അവർക്ക് എല്ലാത്തരം അവശതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമുള്ള മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൃഷിയിൽ, കച്ചവടത്തിൽ, ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന്, കടങ്ങളിൽ നിന്ന് നമ്മുടെ എല്ലാവരുടെയും പിടികളെ അല്ലാഹു തആല വിമോചിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് അല്ലാഹു
ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ ജീവിത സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുമാറാവട്ടെ. അവരെഴുതുന്ന എല്ലാ പരീക്ഷകളിലും അവർക്ക് ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ യുവാക്കൾ വിവാഹം സാധ്യമാവാതെ പ്രയാസപ്പെടുന്ന യുവതിയുവാക്കൾക്ക് അനുയോജ്യരായ ഇണകളെ അല്ലാഹു തആല സമ്മാനിക്കുമാറാവട്ടെ. ധാർമ്മിക ബോധമുള്ള യുവാക്കളാക്കി അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും യുവാക്കൾ നമ്മുടെ മക്കളെ അല്ലാഹു തആല പരിവർത്തിപ്പിക്കുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്, നിന്നെ അല്ലാഹ് എന്ന് വിളിക്കുകയാണ്. നിന്നെ അല്ലാഹ് എന്ന് വിളിക്കാൻ നിനക്ക് കൂടാനക്കൂടി ദാസന്മാരുണ്ട്, അടിമകളുണ്ട്. പടച്ചവനെ, ഞങ്ങൾക്ക് അല്ലാഹ് എന്ന് വിളിക്കാൻ ഉടമസ്ഥനായി റബ്ബായി നാഥനായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, ഞങ്ങളുടെ സദുദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് തരയണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഹലാലായ എല്ലാ മുറാദുകളെയും നീ പൂർത്തീകരിച്ച് തരയണമേ തമ്പുരാനെ. അല്ലാഹു മർദാൻ നബി ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين امنوا ربنا انك انت رؤوف رحيم. اللهم انصر المسلمين المجاهدين في فلسطين، اللهم انصرهم في ايران، اللهم انصرهم في كل مكان. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واغفر لنا ولوالدينا ولمن ماتوا منا ولسائر جميع أمة محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.